ما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, അബൂ മൂസൽ അശ്അരി മഹാനായ സഹാബി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ കുല്ലി മുസ്ലിമിൻ സദഖ. ഓരോ മുസ്ലിമും സദഖ കൊടുക്കൽ നിർബന്ധമാണ്. എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. എല്ലാ മുസ്ലിങ്ങൾക്കും സദഖ കൊടുക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. ആ സമയത്ത് സഹാബത്ത് ചോദിച്ചു, ഫഇൻ ലം യജിദ്, ആ മുസ്ലിമായ വ്യക്തിക്ക് സദഖ കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അയാളുടെ അടുത്ത് സമ്പത്തില്ലെങ്കിൽ അയാൾക്ക് എങ്ങനെ സദഖ കൊടുക്കാൻ സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയഅമലു ബിയദൈഹി, അവൻ അധ്വാനിക്കണം. ഫയൻഫഉ നഫ്സഹു വയതസദ്ദഖ്, എന്നിട്ട് അവൻ അവന്റെ സ്വയം ആവശ്യങ്ങൾ നിറവേറ്റുകയും ബാക്കിയുള്ളത് സദഖ കൊടുക്കുകയും ചെയ്യണം. അവൻ അധ്വാനിച്ചുണ്ടാക്കി അവൻ ആവശ്യമുള്ളതെടുത്ത് അതുപോലെ തന്നെ അവന് സദഖ കൊടുക്കാൻ സാധിക്കണമെന്ന് പറഞ്ഞു. വീണ്ടും സഹാബത്ത് ചോദിച്ചു, ഫഇൻ ലം യസ്തതി ഔ ലം യഫഅൽ, അയാൾക്കത് സാധിച്ചിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും? അല്ലെങ്കിൽ അയാൾ അത് ചെയ്യുന്നില്ല എങ്കിൽ അയാൾക്ക് പിന്നെ ചെയ്യാനുള്ളത് എന്താണ്? സാമ്പത്തികമായി അയാൾക്ക് ധർമ്മം ചെയ്യാൻ, സമ്പത്ത് കൊണ്ട് സദഖ കൊടുക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? അയാൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സദഖ എന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന സദഖ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് സദഖത്തുൻ മാലിയ, സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് സമ്പത്ത് ധർമ്മം ചെയ്യുക എന്ന അർത്ഥത്തിലുള്ള സദഖ. മറ്റൊന്ന് സദഖത്തുൻ ഗൈറു മാലിയ, സമ്പത്ത് ആവശ്യമില്ലാത്ത സദഖ. ഈ രണ്ട് രൂപത്തിലും സദഖ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി കഴിവുള്ള ആളുകൾ അവർക്ക് സാധിക്കുന്ന വിധത്തിൽ സദഖ കൊടുക്കണം എന്നുള്ളത് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ധാരാളം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അതിന്റെ ഫദായിലുകൾ പറഞ്ഞുകൊണ്ട്, അതിന്റെ നേർവിപരീതമായ പിശുക്കിനെ ശക്തമായി എതിർത്തുകൊണ്ടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു തആലയും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ സമ്പത്തിന് ചെലവില്ലാത്ത, സമ്പത്ത് ആവശ്യമില്ലാത്ത ചില സദഖകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം സഹാബത്തിന് ചില കാര്യങ്ങൾ ഈ ഹദീസിൽ പഠിപ്പിച്ചു കൊടുക്കുന്നു. മറ്റു പല സന്ദർഭങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കർമ്മങ്ങളെ കുറിച്ച് പ്രത്യേകം അത് സദഖയാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നൊരു 10-15 കാര്യങ്ങൾ പറയാം. നമ്മുടെ ജീവിതത്തിൽ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അടുത്ത ഖുതുബയിലും അതിന്റെ ബാക്കി പറയാം ഇൻഷാ അല്ലാഹ്. വബില്ലാഹി തൗഫീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫയുഈനു ദൽ ഹാജത്തിൽ മൽഹൂഫ്, അയാൾക്ക് സമ്പത്ത് കൊണ്ട് സദഖ കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ആവശ്യക്കാരനായ, ജീവിതത്തിൽ പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. അത് സമ്പത്ത് ആവശ്യമില്ലാത്ത രൂപത്തിലുള്ള ശാരീരികമായ സഹായങ്ങളാകാം, മാനസികമായി ചില സംസാരങ്ങൾ കൊണ്ട് അയാൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട്, അത് അദ്ദേഹത്തിന് ഒരു സഹായമായിരിക്കും. ഈ രൂപത്തിൽ പ്രയാസപ്പെടുന്ന ആവശ്യക്കാരന് അവന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് സഹായിക്കുക എന്നുള്ളത് സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ സമയത്ത് വീണ്ടും സഹാബത്ത് ചോദിക്കുകയാണ്, ഫഇൻ ലം യഫഅൽ, അയാൾ അത് ചെയ്തിട്ടില്ലെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം പഠിപ്പിച്ചു കൊടുത്തു, ഫയഅമുറു ബിൽ മഅറൂഫ്, അവൻ നന്മ കൽപ്പിക്കട്ടെ. നന്മ കൽപ്പിക്കുക എന്നുള്ളത്, ഒരു നല്ല കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അയാളോട് കൽപ്പിക്കുക എന്നുള്ളത്, അത് നന്മയായിട്ടാണ്, സദഖയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. വീണ്ടും സഹാബത്ത് അയാൾ അത് ചെയ്തിട്ടില്ല, ഫഇൻ ലം യഫഅൽ, അതും ചെയ്തിട്ടില്ലെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു നന്മ പഠിപ്പിച്ചു കൊടുത്തു, ഫയുംസികു അനിശ്ശർരി ഫഇന്നഹു ലഹു സദഖ, അയാൾ ഷർറിൽ നിന്ന്, തിന്മയിൽ നിന്ന് മാറി നിൽക്കട്ടെ, അത് അയാൾക്ക് തന്നെ അയാൾ നൽകുന്ന ഒരു സദഖയാണ്. തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് അയാളുടെ സ്വന്തം ശരീരത്തിന് നൽകുന്ന, ആത്മാവിന് നൽകുന്ന സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു
അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അപ്പൊ ഒരു തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് പോലും, ഒരു ഷർറിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖയായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സഹാബികൾ വന്ന് ആവലാതി പറയുന്നുണ്ട്, പരാതി പറയുകയാണ്. എന്താണ് പറയുന്നത്? സഹാബത്തിന്റെ കൂട്ടത്തിലെ സാധുക്കളായ, സമ്പത്തില്ലാത്ത, പ്രയാസപ്പെടുന്ന ഫഖീറുകളായ, ഫുഖറാകളായ ചില സഹാബിമാര് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദഹബ അഹ്ലുദ് ദുസൂരി ബിൽ ഉജൂർ, പണക്കാർ പ്രതിഫലങ്ങളുമായി പോയി എന്ന് പറഞ്ഞു. പണക്കാർക്കാണ് പ്രതിഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രതിഫലങ്ങളുമായി അവർ കടന്നുപോയി എന്ന് സഹാബത്തിന്റെ കൂട്ടത്തിലെ സാധുക്കളായ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. യുസല്ലൂന കമാ നുസല്ലി, സമ്പന്നരായിട്ടുള്ള ആളുകൾ, സമ്പന്നരായ സഹാബികൾ, അവർ ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നുണ്ട്. വയസൂമൂന കമാ നസൂം, ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവരും നോമ്പെടുക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അവർ ചെയ്യുന്നുണ്ട്. വയതസദ്ദഖൂന ബിഫുദൂലി അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്ന് അവരുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷമുള്ളത് അവർ സദഖ കൊടുക്കുന്നു. ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ല, ഞങ്ങളുടെ കയ്യിൽ സമ്പത്തില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിന്റെ കൂട്ടത്തിലെ സാധുക്കളായ സഹാബികൾ വന്ന് പരാതി പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ മഹാന്മാരായ സഹാബത്തിന്റെ അതിയായ താല്പര്യം, നന്മ ചെയ്യാനുള്ള അവരുടെ താല്പര്യം, അവരെന്തിനാണ് സമ്പത്തുണ്ടാകണമെന്ന് ആഗ്രഹിച്ചത്? സദഖ കൊടുക്കാനാണ്. ജീവിതം അടിച്ചുപൊളിക്കാനോ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനോ ഒന്നുമല്ല, മറിച്ച് ഞങ്ങൾക്ക് സദഖ കൊടുക്കാൻ സാധിക്കുന്നില്ല. സമ്പന്നരായ സഹാബികൾ ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നത് പോലെ നോമ്പെടുക്കുന്നുണ്ട്, അവർ സദഖ കൊടുക്കുന്നത് പോലെ ഞങ്ങൾക്ക് സദഖ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പരാതിയായി പറയുകയാണ്. സ്വർഗത്തിലേക്ക് എത്താൻ, നന്മയിൽ മുന്നേറാൻ, അതിൽ മത്സരിക്കാൻ സഹാബത്തിനുണ്ടായിരുന്ന ആവേശമുണ്ടല്ലോ, ഈ ഹദീസിൽ അത് നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അവലൈസ ഖദ് ജഅലല്ലാഹു ലക്കും മാ തസദ്ദഖൂൻ, അല്ലാഹു തആല നിങ്ങൾക്ക് സദഖ നൽകാൻ മറ്റു ചില കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടില്ലയോ? സമ്പത്ത് കൊണ്ടല്ലാത്ത മറ്റു ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന ബികുല്ലി തസ്ബീഹത്തിൻ സദഖ, നീ പറയുന്ന ഒരു സുബ്ഹാനല്ലാഹ് സദഖയാണ്, നീ പറയുന്ന സുബ്ഹാനല്ലാഹ് സദഖയാണ്. വകുല്ലി തക്ബീറത്തിൻ സദഖ, നീ പറയുന്ന അല്ലാഹു അക്ബർ തക്ബീർ അതൊരു സദഖയാണ്. വകുല്ലി തഹ്മീദത്തിൻ സദഖ, നീ പറയുന്ന അൽഹംദുലില്ലാ അതൊരു സദഖയാണ്. വകുല്ലി തഹ്ലീലത്തിൻ സദഖ, നീ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് സദഖയാണ്. വഅംറുൻ ബിൽ മഅറൂഫി സദഖ, നീ ഒരാളോട് നന്മ കൽപ്പിക്കുക എന്നുള്ളത് സദഖയാണ്. വനഹ്യുൻ അനിൽ മുൻകരി സദഖ, നീ തിന്മ വിരോധിക്കുക എന്നുള്ളത് സദഖയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫീ ബുദ്ഇ അഹദികും സദഖ, നീ നിന്റെ ഭാര്യയുമായി ലൈംഗിക വീഴ്ച നടത്തുന്നത് പോലും സദഖയാണ്. നിന്റെ ഭാര്യയുമായി നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയതി അഹദുനാ ശഹവതഹു വയകൂനു ലഹു ഫീഹാ അജ്റുൻ, ഒരാൾ തന്റെ ശഹവത്ത്, അവന്റെ വികാര പൂർത്തീകരണത്തിനു വേണ്ടി അവന്റെ ഭാര്യയെ സമീപിച്ചാൽ അവൻ അതിന് പ്രതിഫലം ലഭിക്കുമെന്നാണോ, അതൊരു സദഖയായിട്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് താങ്കൾ പഠിപ്പിക്കുന്നത്? അതൊരു സദഖയാണെന്നോ? അവർക്ക് അത്ഭുതമായി. തന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നത് പോലും ഒരു നന്മയാണെന്ന് പഠിപ്പിച്ചപ്പോൾ അവർ അത്ഭുതത്തോടു കൂടി തിരിച്ചു ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഅയ്തും ലൗ വളഅഹാ ഫീ ഹറാമിൻ അകാന അലൈഹാ ഫീഹാ വിസ്റുൻ, നിങ്ങൾ ആ ചെയ്യുന്ന പ്രവർത്തനം ഒരു അന്യ സ്ത്രീയിലാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾക്ക് കുറ്റമില്ലേ? തീർച്ചയായും ഉണ്ട്, അത് വിചാരമാണ്. അതുകൊണ്ട് തന്നെ ഫകദാലിക ഇദാ വളഅഹാ ഫിൽ ഹലാലി കാന ലഹു അജ്റുൻ, നിങ്ങൾക്ക് അല്ലാഹു അനുവദിച്ച നിങ്ങളുടെ ഭാര്യമാരിലാണ് നിങ്ങളുടെ വികാര പൂർത്തീകരണത്തിനു വേണ്ടി നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഹറാമിൽ നിന്ന് മാറി അല്ലാഹു പഠിപ്പിച്ച ഹലാലായ മാർഗത്തിൽ നിങ്ങൾ അത് നിറവേറ്റി ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കതിൽ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, നന്മയുടെ എത്ര വാതിലുകളാണ് ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നന്മ ചെയ്യാനുള്ള നിരവധി അവസരങ്ങൾ, നിരവധി
വാതിലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഇത്ര കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ് എന്ന് പറയൽ സദഖയാണ്, അൽഹംദുലില്ലാഹ് എന്ന് പറയൽ സദഖയാണ്. അതിന് സമ്പത്തിന്റെ ആവശ്യമില്ല, ഒരു നിമിഷം ആവശ്യമേ ഉള്ളൂ, ഒരു സെക്കൻഡിന്റെ ആവശ്യമുള്ള ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ. ഇങ്ങനെ നമ്മൾക്ക് സദഖകൾ ധാരാളമായി ചെയ്യാൻ സാധിക്കും. ഏതു സാധാരണക്കാരനും ചെയ്യാൻ സാധിക്കുന്ന, വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന സദഖകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. സാമ്പത്തികമായി യാതൊരു ചെലവുമില്ലാത്ത, എന്നാൽ സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം, അത് വർദ്ധിപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു സുലാമ മിനൻ നാസി അലൈഹി സദഖ കുല്ല യൗമിൻ തത്ലഉ ഫീഹി ശംസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മനുഷ്യന്മാരുടെ ശരീരത്തിലെ എല്ലാ ഓരോ സന്ധികൾക്കും സൂര്യൻ ഉദിക്കുന്ന ഓരോ ദിവസവും സദഖ ചെയ്യേണ്ടതുണ്ട്. മനുഷ്യ ശരീരത്തിൽ 360 സന്ധികളാണ്, മഫാസിലുകളാണ് ഉള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ 360 ജോയിന്റുകളുണ്ട്, സന്ധികളുണ്ട്. അതിന് ഓരോന്നിനും നമ്മൾ സദഖ കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഓരോ ദിവസവും 360 സദഖ നമ്മൾ കൊടുക്കണം, നമ്മുടെ ശരീരത്തിൽ ഓരോ ജോയിന്റിന് കണക്കാക്കിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സദഖകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സാമ്പത്തികമായ സമ്പത്ത് ആവശ്യമുള്ള സദഖയെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അതും അതിൽ ഉൾപ്പെടും. എന്നാൽ സമ്പത്ത് ആവശ്യമില്ലാത്ത ചില സദഖകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് അല്ലാഹു തആല ആരോഗ്യം നൽകിയിട്ടുണ്ട്, നമുക്ക് ശരീരമുണ്ട്, ആ ശരീരത്തിൽ 360 ജോയിന്റുകളുണ്ട്. അതിന് ഓരോ ദിവസവും നമ്മൾ അതിന് സദഖ കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതായ കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സദഖകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തഅദിലു ബൈന ഇസ്നൈനി സദഖ. രണ്ടാളുകൾക്കിടയിൽ പ്രശ്നമുണ്ടായി, അത് തീർപ്പാക്കാൻ നീ ശ്രമിച്ചു, നീതിപൂർവം അവർക്കിടയിൽ നിനക്ക് തീർപ്പാക്കാൻ സാധിച്ചാൽ, മസ്ലഹത്താക്കാൻ സാധിച്ചാൽ അത് സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും പറഞ്ഞു, വതുഈനു റജുല ഫീ ദാബതിഹി ഫതഹ്മിലുഹു അലൈഹ. ഒരാൾ വാഹനത്തിലേക്ക് കയറാൻ പ്രയാസപ്പെട്ടു നിൽക്കുകയാണ്. അയാൾക്ക് അയാളുടെ വാഹനത്തിലേക്ക്, പണ്ടത്തെ കാലത്ത് വാഹനം മൃഗത്തിലേക്ക് കയറാൻ പ്രയാസമുണ്ട്, കഴുതപ്പുറത്തേക്ക്, കുതിരപ്പുറത്തേക്ക് ഒറ്റയ്ക്ക് കയറാൻ പ്രയാസമുണ്ട്. അയാൾക്ക് ശാരീരികമായി പ്രശ്നമുണ്ടാകാൻ, ചിലപ്പം വൃദ്ധനായിരിക്കും. അയാളെ ആ വാഹന മൃഗത്തിലേക്കൊന്ന് കയറ്റാൻ നമ്മളൊന്ന് സഹായിച്ചു കൊടുത്താൽ അത് സദഖയാണ്. അയാളൊന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് അയാൾ അതിലേക്ക് കയറാൻ നമ്മൾ സഹായിച്ചാൽ അത് സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞു, ഔ തർഫഉ ലഹു അലൈഹാ മതാഅഹു സദഖ. ഒരാളുടെ ലഗേജ്, അയാളുടെ ചുമട് അയാളുടെ വാഹനവർഗത്തിലേക്ക് ഉയർത്തിക്കൊടുത്താൽ അതും സദഖയാണ്. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന നിരവധി അവസരങ്ങൾ ലഭിക്കുന്ന കാര്യമാണ്. ഒരാളൊന്ന് പിടിക്കുമെന്ന് ചോദിച്ചു, അദ്ദേഹം ചോദിച്ചിട്ടില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ആ ഭാരം, ചുമട് നമ്മൾ അദ്ദേഹത്തിന്റെ വാഹനത്തിലേക്കൊന്ന് പൊക്കി വെക്കാൻ സഹായിച്ചാൽ അത് സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വൽ കലിമതു ത്വയ്യിബതു സദഖ. ഒരു നല്ല വാക്ക് സദഖയാണ്. ഒരാളോട് ഒരു നല്ല സംസാരം നടത്തി, ഒരു നല്ല വർത്തമാനം പറഞ്ഞാൽ, ഒരു ഗുണമുള്ള ഖൈറുള്ള ഒരു വർത്തമാനം പറഞ്ഞാൽ അതുപോലും സദഖയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് ഈ പറഞ്ഞ വാക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളും. നല്ല വാക്കെന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളും. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, അതുപോലെ തന്നെ നല്ല ഉപദേശങ്ങൾ, നല്ല സംസാരം, ഖൈറായ സംസാരം, ഉപകാരമുള്ള സംസാരം, ഇതൊക്കെ ഈ പറഞ്ഞ വാചകത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വബികുല്ലി ഖുത്വത്തിൻ തംശീഹാ ഇല സ്വലാത്തി സദഖ. നീ പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ ഓരോ സ്റ്റെപ്പും ഒരു സദഖയായിട്ടാണ് പരിഗണിക്കുക. അപ്പൊ നമ്മൾ ഒരു 10 സ്റ്റെപ്പ് കയറിയിട്ടാണ് പള്ളിയിലേക്ക് വരുന്നെങ്കിൽ 10 സദഖയുടെ പ്രതിഫലമുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 500 സ്റ്റെപ്പ് കടന്നിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ 500 സദഖ ചെയ്തതുപോലെ. സുബ്ഹാനല്ലാഹ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സദഖയുടെ, സമ്പത്ത് ആവശ്യമില്ലാത്ത ചില സദഖയുടെ വ്യത്യസ്ത രൂപങ്ങളാണ്.
റസൂലുള്ള പറഞ്ഞു വതുമീതുൽ അദ അനിത് തരീഖി സദഖ, വഴിയിൽ നിന്നൊരു മാലിന്യം ഉപദ്രവം നീക്കം ചെയ്യുക എന്നുള്ളത് സദഖയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഹദീസ്. അപ്പൊ നാം ഇവിടെ പറഞ്ഞിട്ടുള്ള 2-3 ഹദീസുകളിൽ എത്ര നന്മകളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. സമ്പത്ത് ആവശ്യമില്ലാത്ത സദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 10-15 കാര്യങ്ങൾ ഈ 3 ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കൂ. അതിന്റെ ഉപകാരം അയാളിൽ മാത്രം ഒതുങ്ങുന്ന കാര്യങ്ങളുണ്ട്. ചിലതങ്ങനെയാണ്, അയാൾക്ക് മാത്രമാണ് അതിന്റെ ഉപകാരം ഉണ്ടാവുക. അപ്പൊ ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉപകാരം ആർക്കാണ്? അയാൾക്ക് മാത്രമാണ്. എന്നാൽ ഇതിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അതിന്റെ ഉപകാരം മറ്റുള്ളവരിലേക്ക് വിട്ടുകിടക്കുന്നതാണ്. ഏതുപോലെ ഒരാൾ മറ്റൊരാളെ നന്മ ഉപദേശിച്ചു, അയാളെ തിന്മയിൽ നിന്ന് തടഞ്ഞു, അത് അയാൾക്ക് ഉപകാരം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരാളെ സഹായിച്ചു, അയാളെ വാഹനവർഗത്തിലേക്ക് കയറ്റാൻ സഹായിച്ചു, അയാളുടെ ലഗേജ് കയറ്റാൻ സഹായിച്ചു, ഇതൊക്കെ മറ്റൊരാളിലേക്ക് വിട്ടുകിടക്കുന്ന അതിന്റെ നഫ്അ്, അതിന്റെ ഉപകാരം മറ്റൊരാളിലേക്ക് വിട്ടുകിടക്കുന്ന രൂപത്തിലുള്ള കർമ്മങ്ങളും ഇതിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ലേ? പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇതിൽ പഠിപ്പിക്കപ്പെട്ടുള്ള ചില കാര്യങ്ങൾ വാചികമായി നാവ് കൊണ്ട് പറയേണ്ടതുണ്ട്. എവിടെ വെച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അതുപോലെ തന്നെ വൽ കലിമത്തു ത്വയ്യിബ, നല്ല സംസാരങ്ങൾ, ഇങ്ങനെയുള്ളതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റു അവയവങ്ങൾ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളും ഇതിൽ പഠിപ്പിച്ചിട്ടുണ്ട്. 15 കാര്യങ്ങൾ പഠിപ്പിച്ചു. ഏതൊക്കെയാണ് ഹദീസിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ? ഒന്നാമതായി പറഞ്ഞത് ആവശ്യക്കാരനായ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുക, നന്മ കൽപ്പിക്കുക. 2, അതുപോലെ തന്നെ തിന്മ വിരോധിക്കുക. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു ദിവസം തന്നെ പല തവണ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിസ്കരിക്കാത്ത മകനോട് അല്ലെങ്കിൽ നിസ്കരിക്കാത്ത മക്കളോട് നിസ്കരിക്കണമെന്ന് പറയുക, അല്ലെങ്കിൽ നിസ്കാരം അവർ ഓർമ്മിപ്പിക്കുക, അവർ നിസ്കരിക്കുന്ന ആളെ ഒന്ന് ഓർമ്മിപ്പിക്കുക. നന്മ കൽപ്പിക്കലാണ്. അവരൊരു തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ വിരോധിക്കുക. അവർ തിന്മ നിർത്തിയിട്ടില്ലെങ്കിലും നമ്മൾ തിന്മ വിരോധിച്ചു എന്നുള്ള ഇതിന്റെ പേരിൽ നമ്മൾക്ക് ഇതൊരു സദഖയായി രേഖപ്പെടുത്തും. നന്മ പറഞ്ഞു കൊടുത്താൽ മതി. അയാളത് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എന്നത് മറ്റൊരു വിഷയമാണ്. നമ്മൾ ആ നന്മ പറഞ്ഞു കൊടുത്താൽ തന്നെ ഒരു സദഖയായി അത് പരിഗണിക്കും. 4ാമത് പറഞ്ഞിട്ടുള്ളത് തിന്മയിൽ നമ്മൾ വിട്ടുനിൽക്കുക. നമ്മൾ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് നമ്മളോട് ചെയ്യുന്ന ഒരു സദഖയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ തന്നെ തസ്ബീഹ്, അതുപോലെ തന്നെ തക്ബീർ, തഹ്മീദ്, തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക. അതുപോലെ തന്നെ ഭാര്യയുമായി ലൈംഗിക വീഴ്ച നടത്തുക. അതുപോലെ തന്നെ 2 ആൾക്കാർക്കിടയിൽ നീതിപൂർവ്വം വിധിക്കുക. അതുപോലെ തന്നെ ഒരാളെ അയാളെ വാഹനവർഗത്തിലേക്ക് കയറ്റാൻ സഹായിക്കുക. അതുപോലെ തന്നെ അയാളുടെ ചുമട് വാഹനത്തിലേക്ക് കയറ്റാൻ സഹായിക്കുക. അതുപോലെ തന്നെ നല്ല സംസാരം നിർവഹിക്കുക. മസ്ജിദിലേക്കുള്ള പള്ളിയിലേക്കുള്ള നടത്തം, അതിന്റെ ഓരോ അടിക്കും കാലടിക്കും സ്റ്റെപ്പിനും അത് സദഖയായിട്ടാണ് പരിഗണിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വഴിയിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളത് സദഖയാണെന്ന് പറഞ്ഞു. 15 കാര്യം. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ നോക്ക്, ഈ പറഞ്ഞ നമ്മൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് ധാരാളം സദഖ നമ്മളുടെ നന്മയുടെ രേഖയിൽ ഏടിൽ നന്മ രേഖപ്പെടുത്തുമാറ് ചെയ്യാൻ പറ്റുന്ന പല കർമ്മങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്നുള്ളത്, ആർക്കാണ് ഈ പറഞ്ഞിട്ടുള്ള ഗുണങ്ങളൊക്കെ ലഭിക്കുക? ഒരാൾ അവരോട് നല്ലൊരു കാര്യം സംസാരിച്ചു, ഒരാളെ അയാളുടെ ചുമട് അയാളിലേക്ക് ഒന്ന് എടുത്തു പൊക്കിക്കൊടുത്ത് സഹായിച്ചു, ഇങ്ങനെയുള്ള സുബ്ഹാനല്ലാഹ് പറഞ്ഞു, അൽഹംദുലില്ലാഹ് പറഞ്ഞു, ഇതൊക്കെ ഒരു സദഖയായി ആരുടെ പേരിലാണ് രേഖപ്പെടുത്തുക? ഈ പറയുന്ന എല്ലാവരുടെ പേരിലും അത് രേഖപ്പെടുത്തുകയില്ല. മറിച്ച് മുവഹ്ഹിദുകളായ തൗഹീദുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇഖ്ലാസോടുകൂടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുള്ളൂ. നമ്മൾ ഇഖ്ലാസോടുകൂടിയാണ് അത് ചെയ്യുന്നതെങ്കിലാണ്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ അപ്പോഴാണ് ഈ പറഞ്ഞ സദഖയുടെ പുണ്യം ലഭിക്കുള്ളൂ. നമ്മൾ ഒരാളെ സഹായിക്കാൻ അയാൾ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ആ രൂപത്തിൽ അയാളുടെ ഒരു ചുമട് അയാളുടെ വാഹനവർഗത്തിലേക്ക് എടുത്തു പൊക്കിക്കൊടുത്തു. ആ സമയത്ത് നമ്മൾ മനസ്സിൽ കരുതണം, അള്ളാഹു ഇതൊരു സദഖയാണ്, ഇതിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കണമേ എന്ന് മനസ്സിൽ കരുതുമ്പോ അപ്പോഴാണത് ഇഖ്ലാസുള്ള പ്രവർത്തനമാകുന്നത്, അവന്റെ കർമ്മരേഖയിൽ ഒരു നന്മയായി രേഖപ്പെടുത്തപ്പെടുന്നത്.
അപ്പൊ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ തൗഹീദും ഉണ്ടായിരിക്കണം. തൗഹീദ് ഇല്ലാത്ത ഒരാൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നല്ല വേറെ ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അയാളുടെ കർമ്മരേഖയിൽ അതൊരു ഒരു കർമ്മമായി അള്ളാഹു രേഖപ്പെടുത്തുന്ന പ്രശ്നമേ ഇല്ല. കാരണം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് തൗഹീദാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് തൗഹീദാണ്. നമ്മുടെ ഇബാദത്ത് ശരിയായ ഇബാദത്താകണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ കർമ്മത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ തൗഹീദ് ഉണ്ടായിരിക്കണം. നമ്മൾ മുവഹ്ഹിദുകളാകണം. എങ്കിലേ നമ്മൾ ചെയ്യുന്ന സദഖ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ പറയുന്ന നല്ല വാക്ക് ഒരു സദഖയായി അള്ളാഹു രേഖപ്പെടുത്തുകയുള്ളൂ. നമ്മുടെ സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലയും ഒരു നന്മയായി, ഒരു സദഖയായി അള്ളാഹു രേഖപ്പെടുത്തണമെങ്കിൽ നമ്മൾക്ക് തൗഹീദ് ഉണ്ടായിരിക്കണം. ഒരു മുശ്രിക്കിന്റെ സദഖ അള്ളാഹു ഒരു സദഖയായി പരിഗണിക്കുകയില്ല. ഒരു മുശ്രിക്കിന്റെ നല്ല സംസാരം അയാളുടെ കർമ്മത്തിൽ ഒരു ഇബാദത്തായി അള്ളാഹു പരിഗണിക്കുകയില്ല. അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ഇബാദത്ത് അള്ളാഹ്ക്ക് നടത്തണമെന്ന് അല്ലാഹു തആല എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, വ്യത്യസ്തമായ രൂപത്തിൽ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് ഇബാദത്ത് ചെയ്യണമെന്ന് ഉള്ള കൽപ്പനകൾ. വിശുദ്ധ ഖുർആനിൽ എവിടെയൊക്കെ ഇബാദത്ത് എന്ന് അള്ളാഹുവിനോട് ഇബാദത്ത് നടത്തണമെന്നുള്ള കൽപ്പന വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൗഹീദാണ്. തൗഹീദോടുകൂടി ഇബാദത്ത് ചെയ്താൽ അപ്പോഴേ അവന്റെ ഇബാദത്താവുകയുള്ളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന കാര്യം തഫ്സീറുൽ ബഗവിയിൽ കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, കുല്ലു മാ വറദ ഫിൽ ഖുർആനി മിനൽ ഇബാദ, വിശുദ്ധ ഖുർആനിൽ ഇബാദത്ത് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇബാദത്ത് എന്ന് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഫമഅനാഹ അത്തൗഹീദ്, അതിന്റെ അർത്ഥം തൗഹീദ് എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞതാണ്. അപ്പൊ ഇബാദത്ത് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ്? തൗഹീദാണ്. തൗഹീദോടുകൂടി നമ്മളൊരു ഇബാദത്ത് ചെയ്താലേ അത് അല്ലാഹു ഒരു ഇബാദത്തായി പരിഗണിക്കുകയുള്ളൂ. നമ്മൾ ശിർക്ക് ചെയ്യുന്നവരാണ്, ശിർക്കൻ വിശ്വാസങ്ങൾ പേറുന്നവരാണ്. അവൻ ചെയ്യുന്ന ഒരു കർമ്മം, അത് നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സദഖയാകട്ടെ, അയാൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അള്ളാഹുവിന്റെ അടുത്ത് അതൊരു ഇബാദത്തായി പരിഗണിക്കുകയില്ല. കാരണം അയാളിൽ തൗഹീദ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാളുടെ ഇബാദത്തായി അള്ളാഹു പരിഗണിക്കുകയില്ല. എവിടെയാണ് അള്ളാഹു തആല കാര്യം പറഞ്ഞിട്ടുള്ളത്? സൂറത്തുൽ കാഫിറൂൻ. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. അവർ പല കാര്യങ്ങളും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ പ്രശ്നം എന്തായിരുന്നു? അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുന്നത് പോലെ തന്നെ മറ്റു ബിംബങ്ങളോടും അവർ ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹിനോട് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും ധാരാളം തെളിവുകളുണ്ട്. അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ വിശ്വാസത്തിൽ പ്രശ്നം എന്താണ്? അവരുടെ വിശ്വാസത്തിൽ ശിർക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാഫിറുകളെ അള്ളാഹു തആല അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞത് എന്താണ്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയുകയാണ് കാഫിറുകളെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅബിദൂന മാ അഅ്ബുദ്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? വലാ അൻതും അഅബിദൂന മാ അഅ്ബുദ്. ഞാൻ ആരാധിക്കുന്ന അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല. ഞാൻ ആരാധിക്കുന്ന അല്ലാഹുവിനെയാണ്, പക്ഷേ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവിനെ ആരാധിച്ചിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നിങ്ങൾ അല്ലാഹുവിനെ ആരാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിക്കുന്നുണ്ട്, പക്ഷെ അതിൽ ശിർക്കുണ്ട്. അതുകൊണ്ട് ഒരു ആരാധനയെ അല്ലാഹു പരിഗണിക്കുകയില്ല. ഞാൻ ആരാധിക്കുന്നത് ശിർക്കില്ലാതെയാണ്. അപ്പോ ശിർക്കില്ലാതെ ആരാധന നടത്തിയാൽ മാത്രമാണ് അതൊരു ഇബാദത്തായി മാറുകയുള്ളൂ. അല്ലെങ്കിൽ മക്കയിലെ മുശ്രിക്കുകളുടെ ഇബാദത്തും ഇബാദത്തായി അല്ലാഹു പരിഗണിക്കുമായിരുന്നു. പക്ഷെ അവരുടെ ഇബാദത്തിനെ കുറിച്ച് അല്ലാഹു തആല പ്രഖ്യാപിക്കാൻ പറഞ്ഞത് വലാ അൻതും അഅബിദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരല്ല. മഅബുദ്, ഞാൻ ആരാധിക്കുന്നത്, അഥവാ ഞാൻ അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത്, അവനെ നിങ്ങൾ ആരാധിക്കുന്നില്ല. മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവിനെ ആരാധിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ആരാധന ഇബാദത്തായി അല്ലാഹു പരിഗണിച്ചില്ല. എന്തുകൊണ്ട്? ആ ഇബാദത്തിൽ അവർ ശിർക്കിനെ കലർത്തിയിരുന്നു. അതിന് പല ന്യായങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അവർ പറഞ്ഞതാണ്, മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതാണ്, ഞങ്ങൾ ഈ പറഞ്ഞ ബിംബങ്ങളെ, അമ്പിയാക്കന്മാരെ ആരാധിക്കുന്നത് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ന്യായം അതായിരുന്നു. പക്ഷേ അല്ലാഹു തആല അവരുടെ ഇബാദത്തിനെ ഇബാദത്തായി പരിഗണിച്ചില്ല. അവർ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവർ മുശ്രിക്കുകളാണ് എന്ന് പ്രഖ്യാപിച്ചു.
അപ്പൊ സഹോദരങ്ങളെ, ഈ പറഞ്ഞ അബ്വാബുൽ ഖൈർ, നന്മയുടെ വാതിലുകൾ ധാരാളം ഇസ്ലാമിലുണ്ട്. ഒരുപാട് നന്മകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അതിലുണ്ട്. സാമ്പത്തികമായി ചെലവില്ലാത്ത കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾക്ക് വലിയ പുണ്യകർമ്മമായി, സദഖയായി നമ്മുടെ കർമ്മരേഖയിൽ രേഖപ്പെടുത്തണമെങ്കിൽ നമ്മൾക്ക് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ തൗഹീദ് ഉണ്ടായിരിക്കണം. ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. അല്ലാഹു തആല എല്ലാവിധ ശിർക്കിന്റെ വകഭേദങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിശ്വാസത്തിൽ, പ്രവർത്തനത്തിൽ, വാക്കുകളിൽ ശിർക്ക് വരുന്നതിന് തൊട്ട് അല്ലാഹുവിനോട് നമ്മൾ അങ്ങേയറ്റം ദുആ ചെയ്യണം, ഇസ്തിആദ നടത്തണം. അല്ലാഹു തആല തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.